ഇപ്പൊ അശ്വരോടൻ എനിക്ക് തോന്നുന്നു ആ സമയം ഒരു സൂപ്പർ സ്റ്റാർ സിനിമ ചെയ്തത് അത് സുരേഷ് ഗോപിയുടെ ഒരു തിരിച്ചുവരവ് ടൈഗറൊക്കെ കഴിഞ്ഞിരിക്കുന്ന അത് ആ ഓർമ്മ എങ്ങനെയായിരുന്നു അന്ന്? കാരണം അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് അതെന്താന്നറിയോ, അത് ശരിക്കും ഒരു വേറൊരു മാസ് ലെവലിലുള്ള ഒരു അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ്. അതെന്താ കാര്യം എന്നറിയാം, ഞങ്ങളുടെ നാട്ടിലെ സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാല് നാട്ടിൽ ജീവിച്ച ഒരു ഇതിഹാസ തുല്യ ഒരാളുണ്ട്. അദ്ദേഹം പ്രമാണി തുല്യനായിട്ടുള്ള പൊളിറ്റീഷ്യൻ. അപ്പൊ ആള് പറയുന്നത് ഇവിടെ PR കുറുപ്പ് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒരു മന്ത്രിയൊക്കെ ആയ ഒരാളുണ്ട്. അദ്ദേഹം എൻ്റെ വീടിന്റെ അടുത്താണ്. അവരെല്ലാവരും ഫാമിലി ബേസിൽ നമ്മൾ സുഹൃത്തുക്കളാണ്, കാര്യങ്ങൾ കണ്ടറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, എൻ്റെ കഥ എൻ്റെ നാടിൻ്റെ. അതിൽ ഇദ്ദേഹം ഒരു ഭയങ്കരമായ രീതിയിൽ എന്താ ഒരു രാജകീയ പ്രൗഢി കൊണ്ടുവരുന്ന ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ബ്രില്യൻ്റ് കാര്യം. ഈ സാധനം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് അദ്ദേഹത്തിന്റെ ജീവിതം ബേസ് ചെയ്തിട്ടാണ്. ജീവിതത്തിലെ ചില എലമെന്റുകൾ അല്ല ഈ പറഞ്ഞ പോലെ അതില് ഈ പറഞ്ഞ നാട്ടു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക, അങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്ന, എല്ലാവർക്കും പേടിയുള്ള ഒരു ക്യാരക്ടറാണ്. അതില് എല്ലാ അംശവും നമുക്ക് ഇതിലേക്ക് വന്നില്ലെങ്കിലും ശരി, അദ്ദേഹത്തിന്റെ ചില പർട്ടിക്കുലർ പോയിന്റ് ഞങ്ങൾ എടുത്തിട്ട് എപ്പോഴും ഓർമ്മ അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വന്നാൽ ഒരു സൊല്യൂഷൻ കിട്ടിയിട്ട് ആളെ പറഞ്ഞ് ഇറങ്ങുള്ളൂ. എന്തെങ്കിലും പ്രൊട്ടക്ട് ചെയ്യും. ആദ്യം വരുന്ന ആരാണോ അയാളെ അതിന്റെ തിയറി അതാണ്. ഇത് തെറ്റോ ശരിയോ അല്ല പുള്ളി നോക്കൂല, ആദ്യം വരുന്ന ആളെ പ്രൊട്ടക്ട് അയാള്. അത് എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ശത്രു ആയാലും ശത്രുവിന്റെ മകനായ എന്ത് സംഭവം അങ്ങനെ ഒരു മനുഷ്യൻ എൻ്റെ അഭിപ്രായത്തിൽ ഭൂമിയിൽ വേറെ ജീവിച്ചില്ല സത്യം പറയാൻ. അതാണ് ആ സിനിമ എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൗസ്തുഭം ചെയ്തു. പിന്നെ ചെയ്ത സിനിമകൾ ഏതൊക്കെയായിരുന്നു? ഡയറക്ട് ചെയ്ത കൗസ്തുഭം കഴിഞ്ഞതിന് ശേഷം ഹോം ഗാർഡ് എന്നൊരു പടം, പിന്നെ പ്രേമിക, തിറയാട്ടം ചെയ്തത്. അതിനുശേഷമാണ് ഈ രുദ്രയിലേക്ക് കടന്നത്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ ഈ ഒരു ജയസാറിന്റെ കൂടെ പിന്നെ എഴുതിയിട്ടില്ല? അശ്വരോടം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും എഴുതിയിട്ടില്ല അല്ലെ? അശ്വരോടം കഴിഞ്ഞതിന് ശേഷമാണ് ഈ എഴുതിയത്, സംഭവങ്ങളൊക്കെ എഴുതി അങ്ങനെ പോയി. പിന്നെ അതിന്റെ സ്വന്തം പരിപാടികളായതുകൊണ്ട് അങ്ങനെ പോയത്. സ്വന്തം പരിപാടിയിലേക്ക് പോയി. അത് മാത്രല്ല, നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ഈ ഇതുണ്ടായിരുന്നു, ഈ രാഷ്ട്രീയ പരിപാടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കുറച്ചു കാലം, ഒരു 2-3 വർഷം അങ്ങനെ ഇതായി. പിന്നെ എനിക്ക് ഈ പാട്ടിനോട് എഴുത്തിനും ബാക്കിയുള്ള ഈ സാംസ്കാരിക പ്രവർത്തനം എന്ന പരിപാടി പ്രസംഗിക്കാൻ പോകാനൊക്കെ വലിയ ഇഷ്ടമാണ്. പിന്നെ സൂപ്പർ സ്റ്റാർ സിനിമകളൊക്കെ ട്രൈ ചെയ്തില്ല? ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഞാൻ എന്താ സംഭവം, കഥ എഴുതുക, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എഴുതുക, അതിന് ആ സമയത്ത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുന്ന സമയത്ത് അതങ്ങനെയൊക്കെ നടന്നു പോവുക. അപ്പൊ അതിന്റെ ആ കാലഘട്ടം ഉണ്ടല്ലോ. ഇപ്പൊ ഇത് കഴിഞ്ഞ് രുദ്ര, ഇനി അടുത്തതിലേക്ക് ഇങ്ങനെ ഇപ്പൊ വന്നില്ല ആൾക്കാർ. ഇപ്പൊ നമ്മുടെ ഞങ്ങൾ തന്നെ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു ടീം ഉണ്ടല്ലോ, ആ ഒരു പടം ഉണ്ട് ഇപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് കൂടാണ്ട് ഇപ്പം അദ്ദേഹം പ്രിപ്പയർ ചെയ്യുന്ന നമ്മളെ റെനീഷ് ആദി പ്രിപ്പയർ ചെയ്യുന്ന കഥയുണ്ട്. പിന്നെ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ ഫിലിമിന്റെ ആളുണ്ട്. അപ്പൊ ഏതാണോ പോസിബിൾ സംഭവം എഴുതി നമുക്ക്. അല്ല ഞാൻ ചോദിച്ചു, സൂപ്രത പണ്ടത്തെ പോലെ ഇന്ന് സിനിമ മാറി. പണ്ട് ഒരു പ്രൊഡ്യൂസേഴ്സ് തീരുമാനിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അവിടുന്ന് മാറി ഇപ്പൊ താരങ്ങളുടെ കയ്യിൽ സിനിമ അതുകൂടി ഒരു കാരണമാണോ പിന്മാറാൻ? പല പഴയ ആളുകളും അല്ല, അതൊന്നും അല്ല, താരങ്ങളുടെ അടുത്ത് പോകാൻ ഒരു മടി കാണിക്കുന്ന പ്രശ്നം തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. കാരണം ഇവരൊക്കെ നല്ല അടുത്ത സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. എപ്പോ വേണമെങ്കിലും ചെല്ലും പറയുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ടല്ലോ, എൻ്റെ കയ്യിലേക്ക് വരണം, മനസ്സിലായില്ല? അവർക്ക് പറ്റിയിട്ടുള്ള സാധനം മനസ്സിലോട്ട് ആദ്യം വരണം. അത് എനിക്കും അവർക്കും പറ്റുന്നേ. കാരണം എന്താണെന്നറിയോ, പിന്നെ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുന്ന അവരുടേതായ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു കൺസെപ്റ്റ് അല്ല എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം അവർക്കും എനിക്കും കൂടി ഇഷ്ടപ്പെട്ടൊരു കാര്യം നമുക്ക് വരണമല്ലോ. എനിക്കൊണ്ട് ജയസാറിന്റെ കുറെ നാളുകൾക്ക് ശേഷം പെരുങ്കളിയാട്ടം വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാലേ, പിന്നെ എനിക്ക് ഈ കോമൺ ആയിട്ട് പറയുന്നതിനെക്കാട്ടും കുറച്ച് തീജ്വലമായി പറയാനാണ് എനിക്ക് ഇഷ്ടം. അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളും കാര്യങ്ങളും സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ ചെയ്യുമ്പോൾ അതിൻ്റെ വളരെ വൃത്തിക്ക് നമുക്ക് ചെയ്യാൻ കഴിയണം. ഇതെന്റെ കൈപ്പിടിയിൽ നിൽക്കുന്നത്. അതെനിക്ക് തോന്നുന്നു പൂർണ്ണമായിട്ടും ഒരു സംവിധായകന്റെ സിനിമ, അത് വേറെ കോംപ്രമൈസിന് തയ്യാറല്ല, ഒരു പരിപാടി തന്നെ ചെയ്യണം. അതാണ് എനിക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക, അത് നമ്മൾ തന്നെ ഇതാക്കി, ഇപ്പോൾ ഓരോ പണിയും നമ്മൾ തന്നെ എടുത്ത് ചെയ്ത് കറക്റ്റാക്കി പക്കയാക്കി ആരെയും ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യം കംപ്ലീറ്റ് ആവുക. അതിനിടയിൽ എന്താ പറയേണ്ടത്, പിന്നെ വേറെ എന്തെങ്കിലും സംഭവം കാര്യമില്ല. ഒരു കഥ വരുമ്പോഴത്തേക്ക് അതിൻ്റെ വേണ്ടേ രീതിയിലേക്ക് നമ്മളൊരു ചിത്രം വരയ്ക്കുന്ന പോലെ ആവാൻ കഴിയുക. അങ്ങനെ വരുന്നൊരു അന്തരീക്ഷം വന്ന് സൗഹൃദമായ രീതിയിലാണെങ്കിൽ സൂപ്പർ സ്റ്റാറുള്ള ഏതാളെ വെച്ച് നമുക്ക് സിനിമ ചെയ്യും. പക്ഷേ അവരുടേതായ രീതി ചാർട്ടിംഗ് ഒന്നും എനിക്ക് നടക്കില്ല സത്യം പറഞ്ഞാൽ. കാരണം എന്താ അറിയാം, ഞാൻ കുറേയൊക്കെ ഈ സെറ്റിൽ വെച്ച് ഇംപ്രൈസ് മനസ്സിൽ വെച്ച് ഇംപ്രൈസ് ചെയ്യുന്നതാണ്.
അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്യാനും അതിനുള്ള സമയമൊക്കെ അവർ ഉണ്ടാവുന്ന രീതിയിലൊക്കെയാണ് എനിക്ക് ആവത്തുള്ളൂ. നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കാര്യങ്ങളെ പറ്റി അത്രയും പറ്റും. ഇപ്പൊ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി അശോകൻ ചോദിക്കൊണ്ട് പറയണം, അന്ന് MT മുതൽ അങ്ങോട്ട് ഈ പറഞ്ഞ രഞ്ജി പണിക്കർ ഇവരുടെയൊക്കെ സ്ക്രിപ്റ്റുകൾ ഇവരുടെയൊക്കെ ഡെപ്ത് ഇപ്പൊ ഒരു ഡയലോഗുകൾ പറഞ്ഞിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപി സ്വന്തം ഡയലോഗ് പറഞ്ഞ അന്ന് എന്തെങ്കിലും ഒരു മെമ്മറി ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് അദ്ദേഹം പറയാണ് ഭയങ്കര രസകരമായിരുന്നു. എന്തെങ്കിലും ഒരു മെമ്മറി സുരേഷ് ഗോപിയുമായിട്ട്? ഇഷ്ടം പോലെ മെമ്മറി ഉണ്ട്. എന്താണെന്നറിയോ, അന്ന് സത്യത്തിൽ ആ സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല സായ്കുമാറിന്റെ കഥാപാത്രമാണോ ഇദ്ദേഹത്തിനാണോ മേലിൽ നിൽക്കുന്നത് മനസ്സിലാവില്ല. ഈക്വലി നല്ല സംഭവം, നല്ല ക്യാരക്ടറാണ്. അപ്പോ പുള്ളി ഓരോത് കഴിഞ്ഞിട്ടും കട്ട് പറഞ്ഞ ചോദിക്കും അവന് തൃപ്തിയായോ, ആർക്കും നമ്മുടെ സജീവന് തൃപ്തിയായോ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നതായിരുന്നു സുരേഷ് ഗോപി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ ചില വാക്കുകളൊക്കെ അദ്ദേഹം എന്താ വെച്ചാല് പിന്നെ ചില സിനിമകളിൽ അദ്ദേഹം പറഞ്ഞത് ചില ടേംസ് ഇംഗ്ലീഷ് ടേംസ് അദ്ദേഹം മാറ്റും. അപ്പൊ ഞാൻ വിടില്ല, അത് പറയണമെന്ന് പറയും. അന്നേരത്തേക്ക് പറയും ഈ ഒരു കാര്യം ചെയ്യും, ആ സിനിമ എടുത്തിട്ട് കണ്ടു നോക്ക്, അതിൽ ഇതേ സാധനം ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് വാക്ക് ഇപ്പൊ കോൺട്രാഡിക്ഷൻ എന്നുള്ളൊരു വാക്കാണ് എനിക്ക് ഓർമ്മ. അപ്പൊ പുള്ളി അത് വൈരുദ്ധ്യം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതാക്കുമ്പോഴത്തേക്ക് ഞങ്ങള് പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യുമ്പോഴത്തേക്കും പറഞ്ഞു കഴിഞ്ഞാല് കട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവനെ തൃപ്തിയായോ ആ ഡബ്ബിയും ചോദിക്കും, മനസ്സിലായില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല അന്ന് എഴുതുമ്പോ ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ കഥ ആലോചിക്കുമ്പോ സുരേഷ് ഗോപി ആണെന്ന് മനസ്സിൽ കണ്ട്, പിന്നെ ഡയലോഗ് എഴുതുമ്പോൾ സുരേഷ് ഗോപി ഇല്ല, എന്റെ മനസ്സിൽ ഈ കഥാപാത്രം മാത്രമേ ഉള്ളൂ. സുരേഷ് ഗോപി മനസ്സിൽ കണ്ട ഡയലോഗ് എഴുതിയത് അല്ല, ആരൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, പിന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ശൈലി ഉണ്ടല്ലോ, ആർക്ക് ഈ പറഞ്ഞ കഥാപാത്രം. ആ കഥാപാത്രത്തിൻ്റെതായ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആരാൾ വരുമ്പോ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന ആൾ വന്നു, ഇന്നത് ചെയ്തു എന്ന് പറയുന്നൊരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. പോയി പറയുന്നു വേണ്ട. ഇപ്പൊ സജീവ ഒളിവിലാണ് പോവുകയാണെങ്കിൽ ഇന്നാളെ മോൻ ഇന്നത് ചെയ്തു എന്നുള്ള പറയുന്നൊരു സ്വഭാവം അത് ഞാൻ ഈ സുരേഷ് ഗോപി കൊടുത്തു. പക്ഷെ എനിക്ക് അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ചാൽ ഒരുപാട് നീട്ടത്തിലുള്ള ഡയലോഗും കേസും കോടതിയൊക്കെയാണ്. ആകുമ്പോ പുള്ളി ഉണ്ടല്ലോ ഒറ്റയടിക്ക് ഒരു 5 പേജ് ഉണ്ടല്ലോ, ഒരു സംഭവം അവിടെ പോകുന്നു പറയുന്നു, ഒരു സംഭവം ആവശ്യമില്ല. 3 മിനിറ്റ് നോക്കും, സംഭവം എത്ര പെട്ടെന്ന് അറിയാം. ഒരു വരി പോലും തെറ്റാണ്ട് ഭയങ്കര ആ കാര്യത്തിൽ സമ്മതിക്കും.